നീലിക്ക് ആ കുറിപ്പ് വായിച്ചതിനു ശേഷം രാത്രി മുഴുവൻ ഉറക്കം പോയി. ആ ഇരുട്ട് രാത്രി തനിക്ക് പേടിയല്ലായിരുന്നു. പക്ഷേ ആ കുറിപ്പ് അവളെ ഉള്ളിൽ നിന്നും ഉലച്ചു തുറന്നിരുന്നു. ഞാൻ വിട്ടുപോകുന്നില്ല. ഇനി അവൾ എത്തും. നാളെ രാത്രിക്ക്. എന്താണ് അതിന്റെ അർത്ഥം? രാത്രി 12:30 ധനിയെ കിടക്കുന്ന നീലി കിടപ്പറയിൽ പെട്ടെന്ന് ഉണർത്തി. ആ ശബ്ദം വീണ്ടും. താഴെയുള്ള വീട്. അടഞ്ഞുകിടക്കുന്ന റഹീമിന്റെ വീട്. പടികൾക്ക് മുകളിലുള്ള ചെരിപ്പിന്റെ ശബ്ദം. ചിലപ്പോൾ കുട്ടിയുടെ ചിരി പോലെയും അല്ലെങ്കിൽ നിലവിളി പോലെയും. അവളത് കാണാൻ തീരുമാനിച്ചു. അലമാരയിൽനിന്ന് ഒരു ടോർച്ച് എടുത്ത് പുറത്തേക്കിറങ്ങി. തണുപ്പേറിയ കാറ്റ് നിറഞ്ഞ അഗാധമായ രാത്രിയിൽ പാതി തുറന്ന വാതിൽ വീണ്ടും അവളെ കാത്തുനിന്നിരുന്നു. ആവേശത്തിൽ അല്ല, ഭയത്തിൽ പോലും അല്ല. നീലി കാൽച്ചുവട്ടിൽ നിലവെള്ളം പോലെ ചേർന്ന പേടിയിൽ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. അകത്തു തറയിൽ ഒരു പഴയ കുപ്പി മണ്ണിനുള്ളിൽ ചിതറി വീണതുപോലെ. ഒന്നാമത്തെ മുറിയിൽ നിന്നേക്ക് കുറച്ചു ഫർണിച്ചർ മാറ്റുന്നതുപോലൊരു ശബ്ദം. ഇടയ്ക്ക് തൂങ്ങിയൊരു വിളക്ക് പ്രകാശിച്ചുപോലും. അവൾ ചുറ്റും നോക്കുമ്പോൾ കണ്ണിന് ഒളിച്ചുപോയിരുന്ന ആ വേദനാത്മകമായ ശബ്ദം പിന്നിൽ നിന്ന് വീണ്ടും കേൾക്കുന്നു. പക്ഷേ